ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിതയാണ് കൽപ്പന ചൗള. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. ആകാശത്തെയും നക്ഷത്രങ്ങളെയും പ്രണയിച്ച പെൺകുട്ടി. ഹരിയാനയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് കൽപ്പനയുടെ ജനനം. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും അമേരിക്കയിലെ ടെക്സസ് RL യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനവും ഡോക്ടറേറ്റും അവർ കരസ്ഥമാക്കി. 1994 നാസയുടെ ബഹിരാകാശ യാത്രാ സംഘത്തിലേക്ക് കൽപ്പന ചൗള തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1997 നവംബർ 19 STS-87 എന്ന ദൗത്യത്തിലൂടെ ആദ്യമായി അവർ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തു. 372 മണിക്കൂറിലധികം അവർ ബഹിരാകാശത്ത് ചെലവഴിച്ചു. ഈ ദൗത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം അവർ കൈവരിച്ചു. ഈ ദൗത്യത്തിൽ സൂര്യന്റെ ഉപരിതല താപത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾക്കായി നാസ വിക്ഷേപിച്ച സ്പാർട്ടൻ 204 എന്ന കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനും അവർ നിയുക്തിയായി. എന്നാൽ ഇവിടെ സംഭവിച്ച പിഴവുകൾ മൂലം ഉപഗ്രഹം ഗതി മാറിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഉപഗ്രഹത്തെ നേർഗതിയിലാക്കാൻ സഹയാത്രികരായ വിൻസ്റ്റൺ സ്കോട്ടിനും താക്കോ ദോയ്ക്കും ശൂന്യാകാശ നടത്തമെന്ന വിഷമകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. കൽപ്പന വരുത്തിയ പിഴവായി തുടക്കത്തിൽ കരുതിയെങ്കിലും പിന്നീടുള്ള അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസിലെ പിഴവായിരുന്നുവെന്ന് കണ്ടെത്തുകയും നാസ കൽപ്പനയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. 2003 ജനുവരി 16 കൽപ്പന ചൗളയുടെ രണ്ടാം ബഹിരാകാശ ദൗത്യം. 17 ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം 2003 ഫെബ്രുവരി 17 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ കൽപ്പനയുൾപ്പെടെയുള്ള 7 ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടായിരുന്ന കൊളംബിയ പേടകം ചിന്നിച്ചിതറുകയായിരുന്നു. ഭൗമമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചയുടൻ കൊളംബിയ പേടകം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിക്ഷേപണ സമയത്ത് തന്നെ സംഭവിച്ച ചില സാങ്കേതിക തകരാറാണ് ദുരന്തത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി.